പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൂടെ എനിക്ക്. എന്താ സംഭവം? അതിനെ നമുക്കൊരു കൺവേർട്ട് ചെയ്തിട്ട് ഫിഷിംഗ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകാം. എന്താണ് ഫിഷിംഗ് മൈൻഡ് സെറ്റ്? നമ്മളൊരു ഫിഷിനെ ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലല്ലോ അവർക്ക് കൊടുക്കുക, ചൂണ്ടയിലിട്ട് കൊടുക്കുക. നമ്മൾ വിരയോ അല്ലെങ്കിൽ പുളിച്ചാടിയോ എന്തെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ മനുഷ്യ ജീവിതത്തിലും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആ ഒരു ഫിഷിംഗ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അച്ഛനും മകനും കൂടിയിട്ട് പശുക്കുട്ടിയെ കളപ്പുരയിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ബാക്കിൽ നിന്നും തള്ളി കൊടുക്കുകയാണ് പശുക്കുട്ടി. മകനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് പശുക്കുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്താണ്? സ്റ്റാണായി നിന്നിട്ട് തൻ്റെ മേച്ചിൽപ്പുറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതും സ്റ്റാണായി നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ വീട്ടിലുള്ള സെർവൻറ്റ് ഇതെല്ലാം കാണുകയാണ്. സെർവൻറ്റ് വന്നിട്ട് ഒരു അല്പനേരം ഒന്ന് ചിന്തിച്ചു, എന്താണ് ഈ പശുക്കുട്ടിക്ക് ആവശ്യം ഉണ്ടാവുക. ആ പെട്ടെന്ന് തന്നെ സെർവൻറ്റ് ചെന്നിട്ട് ഈ പശുക്കുട്ടിയുടെ വായിലേക്ക് തൻ്റെ ചൂണ്ടുവിരലിട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ പശുക്കുട്ടി ഈ ചൂണ്ടുവിരൽ ചപ്പി കുടിക്കുന്ന സമയം കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് കളപ്പുരയിലേക്ക് കടന്നു. ഇവിടെ ആ സെർവൻറ്റ് ഉപയോഗിച്ചത് സാമാന്യ ബുദ്ധി മാത്രമാണ്, അല്ലാതെ വലിയ തത്വചിന്തകനോ ഒന്നുമല്ലല്ലോ ആ സ്ത്രീ. അപ്പോൾ നമ്മളെ ലൈഫിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും നമ്മൾ നേടിയെടുക്കാനും അവരെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാമാന്യ ഫിഷ് മൈൻഡ് സെറ്റിലൂടെ നമ്മൾ നേടിയെടുക്കുക. അടിസ്ഥാനപരമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ അതിൽ നിന്നാണ് പ്രവൃത്തികൾ ഉടലെടുക്കുക.